അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അവിടുത്തെ പിതൃവ്യനായ സഹായിയായ അബൂ താലിബ് അതാ ഹിദായത്തിലേക്ക് വരണമെന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അവസാന സമയത്തും ശ്രമിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞതെന്താണ്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അങ്ങ് ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നബിയെ അങ്ങേക്ക് കഴിയില്ല. മറിച്ച് അള്ളാഹുവാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. പിന്നെയോ നമ്മളൊക്കെ എന്താ ചെയ്യാ? നബിമാരും അമ്പിയാക്കളും മൗലിയാക്കളും ഉസ്താദുമാരും മറ്റൊക്കെ ചെയ്യുന്നത് എന്താ ചെയ്യുക? അതിനൊരു കാരണമാവുക. ഹിദായത്ത് നൽകുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. അത് അള്ളാഹു അവൻ സൗഭാഗ്യം നൽകിയവർക്ക് ലഭിക്കുന്നതെന്നാണ്. ഈ അടുത്തൊരാൾ ചോദിച്ചു, അല്ല ഇത്രയെല്ലാം മദ്രസ ഉണ്ടായിട്ട് എന്തേ ഈ പെണ്ണുള്ളൂ ഇങ്ങനെ തുള്ളുന്നത്? ഇന്നത്തെയൊക്കെ ദിവസങ്ങളിൽ കാണാവുന്ന വല്ലാത്ത വിഷമകരമായ ഒരു കാഴ്ച. നമ്മുടെ മുസ്ലിം ഉമ്മമാര്, മുസ്ലിം സഹോദരിമാർ പരസ്യമായിട്ട് റോഡുകളിൽ ഇറങ്ങിയിട്ട് തുള്ളുകയാണ്, ചാടുകയാണ്, ഡാൻസ് കളിക്കുകയാണ്, DJ വെച്ചിട്ട്. വല്ലാത്ത അപകടമാവും വിധത്തിൽ, ഇതുവരെ ഈ സമുദായത്തിലൊന്നും കാണാത്ത വിധത്തിൽ മുസ്ലിം ഉമ്മമാരും സഹോദരിമാരും ഇന്നാ ലില്ലാഹ് പരസ്യമായി അവരുടെ ലജ്ജ വിട്ടുകൊണ്ട്, ഹയാ വിട്ടുകൊണ്ട് പരസ്യമായി ചാടുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. എന്താ കാരണമെന്നറിയോ? കാരണം ഏതോ ഒരാൾ അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നതാ കാരണം. ഉമ്മമാരെ, സഹോദരിമാരെ, നമുക്ക് പഴയ കാലത്ത് നമ്മുടെ പൂർവികരായ ഉമ്മമാരെ കാണിച്ചു തന്ന ഒരു രീതിയുണ്ട്, ശീലങ്ങളുണ്ട്. അതൊന്നും വിട്ടുകൊണ്ടല്ല നമ്മുടെ ഒരു ആഘോഷവും നടത്തേണ്ടത്. പരസ്യമായി പുറത്തിറങ്ങുന്നത് അല്ലേ വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് വിലക്കിയിട്ടില്ലേ? വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സ്വലാ. ജാഹിലിയ്യ കാലത്തെ അജ്ഞാത യുഗത്തിലെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയതുപോലെ നിങ്ങൾ അടിഞ്ഞാടി നടക്കല്ലേ. വിശുദ്ധ ഖുർആനല്ലേ ഇത് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത് എന്താണെന്നറിയോ? ഹിദായത്ത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഹിദായത്ത് കിട്ടും. ഇനി ആര് എത്ര വേണം പറഞ്ഞിട്ടും ഉപദേശിക്കുന്ന ആളുകൾക്ക് ഉപദേശിക്കുക എന്നേ ഉള്ളൂ. അവർ ഈ ഹിദായത്തിന് കാരണമാകുന്നു എന്നേ ഉള്ളൂ. നൽകേണ്ടവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, അല്ലാഹുവിനോട് ഹിദായത്ത് ചോദിക്കണം, അല്ലാഹുവിനോട് സന്മാർഗം ചോദിക്കണം. എപ്പോഴും ഈമാൻ നിലനിർത്താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും.